തൃശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 350 മീറ്ററോളം അകലെ ഒരു 2 നില കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. കോരപ്പത്ത് ലൈനിലാണ് ഈ കെട്ടിടം ഉള്ളത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. കൂടാതെ അവിടെ ഫ്ലാറ്റ് സമുച്ചയവും ഒക്കെ ഉണ്ട്. അവിടേക്ക് ഈ പറഞ്ഞ 2 നില വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നതിനേക്കാൾ തുടർച്ചയായിട്ട് അതിഥി തൊഴിലാളികളൊക്കെ വന്നു പോവുകയും ചെയ്യും. അവിടെ താമസിച്ചിരുന്നത് 3 യുവതികളും 4 പുരുഷന്മാരുമായിരുന്നു. ഏതാണ്ട് 7 മാസമായിട്ട് ഈ കെട്ടിടത്തിൽ ഇവർ താമസിക്കുന്നുണ്ട്. അങ്ങനെ 7 മാസത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എന്നാൽ പൊതുവിലേക്ക് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പരാതികളൊന്നും ലഭിക്കുന്നില്ല. അവിടെ നിന്ന് ചില സമയങ്ങളിൽ അടിപിടിയും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നു. ഈ കേൾക്കുമ്പോഴും ഇതിനെ തുടർന്ന് നാട്ടുകാർക്ക് വേറെ അതായത് ഒരു പൊതുപ്രശ്നമായിട്ട് ഉയർന്നു വരാത്തത് കൊണ്ടോ മറ്റോ ആരും അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചുമില്ല, പ്രത്യേകിച്ച് പോലീസ്. പക്ഷേ ഈ 2 നില വീട്ടിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന ഒരു യുവാവ് മരിക്കുന്നു. ഈ യുവാവിന്റെ പേര് ധൻപതി നായിക് എന്നാണ്. ഇവർ തമ്മിലുണ്ടായ അടിയാണ്. ഈ അടിക്കിടയിലാണ് ഇത്തരത്തിൽ അബോധാവസ്ഥയിലാകുന്നത്. ഈ യുവാവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, തുടർന്ന് മരിക്കുന്നു. ഈ മരണവിവരം പുറത്തു വന്നതോടുകൂടിയാണ് ഈ 2 നില കെട്ടിടം അല്ലെങ്കിൽ 2 നില വാടക വീട് ചർച്ചാ വിഷയമായി മാറുന്നത്. ഇവിടെ താമസിച്ചിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിലുള്ള തമ്മിത്തല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇടയ്ക്കിടെ കേൾക്കുന്ന ഈ അടിപിടിയും കാര്യങ്ങളും ഒന്നും ഗൗനിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഈ 4 ഇതിൽ പെട്ടിട്ടുള്ള കുറച്ചുപേരെ പോലീസ് ഈ മരണത്തെ തുടർന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് നമ്മൾ ഓരോരുത്തരും അറിയുന്നത്. എന്തായിരുന്നു? അവിടെ 7 മാസമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരു അനാശാസ്യ കേന്ദ്രമാണ്. ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടേക്ക് മലയാളികളെ അടുപ്പിക്കില്ല. നമുക്ക് വിശ്വസിക്കാവുന്നതിനുമൊക്കെ അപ്പുറമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം തൃശ്ശൂർ എന്ന് നമ്മൾ പറയുന്നത് സാംസ്കാരിക തലസ്ഥാനം എന്നാണ്. ആ തൃശ്ശൂരിന്റെ ഒത്ത നടുക്ക് അല്ലെങ്കിൽ ഹൃദയഭാഗത്താണ് പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ മൂക്കിന് താഴെ ഈ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചു വന്നത്. ആ പേരെടുത്ത് പറയുമ്പോൾ നമുക്കറിയാം സ്വരാജ് റൗണ്ടിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ആ സ്വരാജ് റൗണ്ട് ഇപ്പോൾ കുപ്രസിദ്ധിയിലേക്ക് വരുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ 7 മാസമായിട്ട് നാട്ടുകാരെയും എന്തിന് പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ പൊടിപൊടിക്കുകയായിരുന്നു അനാശാസ്യം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. മലയാളികൾക്ക്, അതായത് ഇത് നടത്തുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് മലയാളികളെ കടത്തിവിടാറില്ല. ഈ വിവരം പുറത്തു വരുന്നതാകട്ടെ, ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതാകട്ടെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ദാരുണമായിട്ടുള്ള കൊലപാതകത്തെ തുടർന്നുമാണ്. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിരുന്നത്? അത് മറ്റൊന്നുമല്ല, മലയാളികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിവരം പുറത്തറിയും. വളരെ രഹസ്യമായിട്ടാണ് ഇവിടെ ഈ മാംസ കച്ചവടം നടന്നുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒഡീഷക്കാരായിരുന്നു ഇതിന്റെ നടത്തിപ്പുകാര്. ഇതോടെ ഇടപാടുകാർ മുഴുവനും ഏതാണ്ട് അന്യസംസ്ഥാനക്കാർ തന്നെയായി. അയൽവാസികൾക്ക് ഒരു ചെറിയ സംശയം പോലും തോന്നിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ട് മാത്രം ആളുകൾ ഗൗനിച്ചതേ ഉള്ളൂ. വളരെ രഹസ്യമായിട്ടാണ് ഈ ഇടപാടുകാരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. ആളുകൾ നോക്കുമ്പോൾ, അതായത് അയൽക്കാരൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. അത് വരുന്നതാണെങ്കിൽ അന്യസംസ്ഥാനക്കാരാണ്. അപ്പൊ ഇവരൊരു ഗ്യാങ് ആയിട്ട് ഒരുപക്ഷെ വന്നതായിരിക്കും, അവരുടെ പരിചയം കൊണ്ട് തമ്മിൽ ഒത്തുകൂടാൻ വരുന്നതായിരിക്കും. അങ്ങനെ പലവിധ ചിന്തകളിലേക്കാണ് ആളുകൾ, അതായത് അയൽവാസികളെല്ലാം പോയിരുന്നത്. പക്ഷെ ഈ വന്നിരുന്നത് മുഴുവനും അതായത് ആവശ്യക്കാരായിരുന്നു. അങ്ങനെയാണ് അന്യസംസ്ഥാനക്കാരെ ആയിട്ടുള്ള ഈ 4 യുവതികളെ വെച്ച് ഈ 3 യുവാക്കൾ അല്ലെങ്കിൽ ഈ 3 പുരുഷന്മാർ ഈ ഒരു കേന്ദ്രം നടത്തി വന്നിരുന്നത്.
അതുകൊണ്ട് ആർക്കും സംശയവും തോന്നിയതുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഇവിടെ ഈ പറഞ്ഞ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒഡീഷ സ്വദേശിയായിട്ടുള്ള ധൻപതി നായിക് എന്ന് പറയുന്ന 35 വയസ്സുകാരൻ. ഈ യുവാവ് തന്റെ 2 സുഹൃത്തുക്കൾക്കൊപ്പം ഈ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തുകയാണ്. 1000 രൂപയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇടപാടിന് ശേഷം പണത്തെ ചൊല്ലി ധൻപതി രാജും നടത്തിപ്പുകാരായിട്ടുള്ള ഈ 3 യുവാക്കളും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്നു. വാക്കേറ്റം ഒടുവിൽ അതിക്രൂരമായിട്ട് മർദ്ദനത്തിലേക്ക് പോകുന്നു. ഒടുവിൽ നടത്തിപ്പുകാരുടെ അടിയേറ്റ് തല തകർന്ന് ധൻപതി നായ്ക്ക് രക്തത്തിൽ വീണ് കുളിക്കുന്നു എന്നുള്ളതാണ്, അബോധാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. എന്നാലും പരിഭ്രാന്തരായിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ ഉടൻ തന്നെ ധൻപതിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും എന്തായാലും പരിഭ്രാന്തരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുവെങ്കിലും ഇന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. യുവാവിന്റെ മരണത്തോടു കൂടി ഈ വിവരങ്ങളെല്ലാം പുറത്തോട്ട് അറിയുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈടെക് ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഇത് അറിഞ്ഞ നാട്ടുകാരൊക്കെ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. നോക്കൂ, പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ഇത്തരത്തിലൊരു കാര്യം കഴിഞ്ഞ 7 മാസമായിട്ട് നടന്നു വന്നിട്ട് അറിഞ്ഞിട്ടില്ല. സാധാരണ ഈ ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുമ്പോൾ അവരുടെ രേഖയും വിവരങ്ങളും ഒക്കെ സ്റ്റേഷനിൽ അറിയിക്കണം എന്നൊക്കെ ഉണ്ട് ചട്ടം. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ യാതൊരു രേഖകളും ഇല്ലാതെയൊക്കെ കഴിഞ്ഞു വരുന്നവരുണ്ട്. കുറെ പേരൊക്കെ ഈ പറയുന്ന SIR-മായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നോക്കൂ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെങ്കിൽ ഇത് ഇവിടത്തുകാരാണ്, അതായത് നമ്മുടെ രാജ്യത്തുള്ളവരാണ്. അവർ അവരുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് ഈ കേരളത്തിൽ അനാശാസ്യ കേന്ദ്രം നടത്തിക്കുകയാണ്. വെറും 1000 രൂപ എന്നുള്ളതാണ് ഈ മാംസ കച്ചവടത്തിൽ ഇവർ പറയുന്ന റേറ്റ്. ഈ 4 യുവതികളും 3 യുവാക്കളും ഇവർ ഈ കഴിഞ്ഞ 7 മാസമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഇവർ എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടെ വെച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും സംഭവം പുറത്തറിഞ്ഞതോടുകൂടിയാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് പാഞ്ഞെത്തുന്നത്. കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള 4 യുവതികളെയും നടത്തിപ്പുകാരായിട്ടുള്ള 2 യുവാക്കളെയുമാണ് പൊക്കിയിട്ടുള്ളത്. ഫ്ളാറ്റുകളും വലിയ വീടുകളും ഒക്കെയുള്ള വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടത്താണ് ഈ ഒരു കേന്ദ്രം നടന്നിരുന്നത് എന്ന് പറയുമ്പോഴാണ് വിശ്വസിക്കാൻ കഴിയാത്തത് പോലും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ആളുടെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. വളരെ സമ്പന്നർ ജീവിക്കുന്ന ഈ ഒരു ഏരിയയിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങനെ വന്ന് താമസിച്ചു? ഇവർ ആരുടെ കെയർ ഓഫിലാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവർക്ക് ഇവരുടെ ഡാറ്റാസ് എല്ലാം പരിശോധിക്കണം. ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇവരെന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് പരിശോധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിവരം ഈ പോലീസ് അറിയാൻ വൈകിയത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പെരുമ്പാവൂർ വളരെ പ്രശസ്തമാണല്ലോ. പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി കഴിഞ്ഞിടക്ക് പറഞ്ഞത് കേട്ടത് മലയാളി പെൺകുട്ടികൾക്ക് ഇവരിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണത്രേ. അപ്പോൾ ഇതെല്ലാം വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പോലെ നടക്കുകയാണ് പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത്. അങ്ങനെയുള്ള പോലീസിന്റെ കണ്ണിൽ പെടാതെയൊക്കെ നടത്തുന്ന എത്ര കേന്ദ്രങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാം. എത്ര വാർത്തകളാണ് ചില സ്പാകളും അല്ലെങ്കിൽ ചില സെന്ററുകളും ഒക്കെ സീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ മോഷണമോ അല്ലെങ്കിലുള്ള കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോഴുണ്ടാകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരുമ്പോഴൊക്കെ നമ്മൾ അറിയും ഇതിന്റെ പേരിലോ ഇതിന്റെ മറവിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് അനാശാസ്യമാണെന്ന്. അതുവരെയും ആർക്കും ഒരു സംശയവും തോന്നില്ല. ഇടപാടുകാർ വരും, വളരെ കൃത്യമായി വരും, അവർ പോകും. അവർ പറഞ്ഞുറപ്പിച്ച റേറ്റിനാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഇതുപോലും റേറ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ കൂണുപോലെ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിലേക്ക് വന്ന് താമസിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് നോക്കൂ, അവർ വളരെ കൃത്യമായിട്ട് മലയാളികളെ കയറ്റില്ല എന്നുള്ളത് പോലും പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ മലയാളികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു പോകും. മാത്രമല്ല ഇത് വളരെ തന്ത്രമാണ്. കാരണം മലയാളികളും അതുപോലെ തന്നെ അന്യസംസ്ഥാനക്കാരും ഒരേപോലെ വന്നു പോകുമ്പോൾ അതൊരു പക്ഷേ സംശയത്തിന് ഇടയാക്കാനുള്ള സാധ്യതകളുമുണ്ട്.
അപ്പോൾ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു കേന്ദ്രം കഴിഞ്ഞ 7 മാസമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.